ആശുപത്രി മാലിന്യം തമിഴ്നാട്ടിൽ നിക്ഷേപിച്ചതിന്റെ പേരിൽ കരിമ്പട്ടികയിൽപ്പെടുത്തിയ സൺ ഏജ് കമ്പനിക്കെതിരെ ഗുരുതര കണ്ടെത്തലുകൾ ഉണ്ടായിട്ടും നടപടിയില്ല. RCCയിൽ നിന്നുള്ള മാലിന്യത്തിന് പുറമെ സ്വകാര്യ ആശുപത്രിയുടെയും മറ്റു സ്റ്റാർ ഹോട്ടലിന്റെയും മാലിന്യങ്ങൾ സൺ ഏജ് ശേഖരിച്ചിട്ടുണ്ട്. മാലിന്യ സംസ്കരണത്തിന് കമ്പനി കരാർ നേടിയത് സംബന്ധിച്ച ദുരൂഹതയിലും അന്വേഷണം വൈകുകയാണ്. RCC ആശുപത്രി മാലിന്യം തമിഴ്നാട് തിരുനെൽവേലിയിൽ നിക്ഷേപിച്ചതിനെതിരെ ഹരിത ട്രൈബ്യൂണൽ രംഗത്ത് വന്നതോടെയാണ് കേരളത്തിന് അവിടെ എത്തി മാലിന്യം പൂർണ്ണമായും നീക്കേണ്ടി വന്നത്. മാലിന്യ നീക്കത്തിന് കരാർ ലഭിച്ച സൺഏജ് കമ്പനിക്കെതിരെ ഗുരുതര കണ്ടെത്തലുകളാണ് പ്രാഥമിക അന്വേഷണത്തിൽ ശുചിത്വ മിഷന് ലഭിച്ചത്. ആശുപത്രികളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യം വേർതിരിക്കേണ്ട പ്രക്രിയ പോലും സൺഏജ് എക്കോസിസ്റ്റം പ്രൈവറ്റ് ലിമിറ്റഡ് നടത്തിയിട്ടില്ല. മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്വന്തമായി ഇല്ലാതെയാണ് കമ്പനി കരാർ എടുത്തത്. ഇതടക്കമുള്ള കാര്യങ്ങൾ ശുചിത്വ മിഷന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി. RCCക്ക് പുറമെ സ്വകാര്യ ആശുപത്രികളുടെയും സ്റ്റാർ ഹോട്ടലിന്റെയും മാലിന്യം സൺഏജ് ശേഖരിച്ചിട്ടുണ്ട്. ഇവ തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ നിക്ഷേപിച്ചെന്നാണ് കണ്ടെത്തൽ. ഗുരുതരമായ കണ്ടെത്തലുകൾ ഉണ്ടായിട്ടും കമ്പനിക്കെതിരെ നടപടി വൈകുന്നതിൽ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. കമ്പനി മറ്റൊരു ഏജൻസിയെ ഉപകരാർ ഏൽപ്പിച്ചതായി പ്രാഥമിക അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. ഇവിടെയും പ്രസക്തമായൊരു ചോദ്യം നിലനിൽക്കുന്നു. മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്വന്തമായി ഇല്ലാത്ത കമ്പനിക്ക് എങ്ങനെയാണ് മാലിന്യ നീക്കം ചെയ്യാനുള്ള കരാർ ലഭിച്ചത്? ഈ ദുരൂഹത സംബന്ധിച്ചും അന്വേഷണം വൈകുകയാണ്. ജനം, തിരുവനന്തപുരം.